പുത്രനെ സ്നേഹിക്കുന്നവൻ പലപ്പോഴും അവനെ അടിക്കുന്നു. വളർന്നു വരുമ്പോൾ അവൻ പിതാവിനെ സന്തോഷിപ്പിക്കും. മകനെ ശിക്ഷണത്തിൽ വളർത്തുന്നവന് അവൻ മൂലം നന്മയുണ്ടാകും. സ്നേഹിതരുടെ മുന്നിൽ അവനെക്കുറിച്ച് അഭിമാനിക്കുകയും ചെയ്യും. സ്വാഗതം. ഇത് കനൽ വഴികളിൽ. ദൈവഹിതത്തിനപ്പുറമായി മറ്റെന്താണ് ഈ ലോകത്ത് സംഭവിക്കാറുള്ളത്? എത്രയേറെ ചിന്തിച്ചാലും അതിനു പകരമായി മറ്റൊരു ഉത്തരമില്ല. അപ്പോൾ എല്ലാം പ്രിയങ്കരമാകണം. വീഴ്ചകളും താഴ്ചകളും എല്ലാം ദൈവഹിതം. യാത്ര കുമരകത്തേക്ക്. കുമരകത്തെ നാഷ്നാന്ധ്ര ഒരു കൊച്ചു പ്രദേശം. ഉൾനാടൻ ജലപാതയാണ് ഇവിടെ ഏറെയും. അതൊക്കെ കണ്ടും അറിഞ്ഞും പാട്ടും ഹൃദയത്തിലേറ്റി ഒരു കലാകാരനുണ്ട്, അനീഷ് കുമരകം. ഹലോ അനീഷ്. ഓക്കെ. കുമരകത്തിന്റെ സ്വന്തം പാട്ടുകാരൻ. പാട്ട് എഴുതുകയും ചെയ്യും അല്ലേ? ട്യൂൺ ചെയ്യും. ഇത് അമ്മ. അമ്മയുടെ പേരെന്താ? വത്സല. പെങ്ങള അനിത. പേരെന്താ മോളുടെ? ഗൗരി. മോളുടെ പേരെന്താ? അമൃത. ചേട്ടന്റെ മക്കള്. മോള് നല്ല പട്ടുപാവാടിയൊക്കെ ഇട്ട് സുന്ദരിയായിട്ടുണ്ടല്ലോ. എല്ലാവരും സുന്ദരികളായിട്ടുണ്ട് കേട്ടാ. നമുക്കിനി കൂടുതൽ വിശേഷങ്ങൾ അറിയാം. പ്രണയമാണ് അനീഷിന്റെ മുഖമുദ്ര. ഞാൻ പറഞ്ഞു വരുന്നത് അനീഷ് എഴുതാറുള്ള കവിതകളെ കുറിച്ചാണ്. പാടാനാണ് ഏറെ ഇഷ്ടമെങ്കിലും എഴുത്ത് ഉപേക്ഷിക്കാറില്ല. നമുക്ക് അനീഷ് എഴുതി സംഗീതം ചെയ്ത ഒരു പാട്ടിൽ നിന്ന് തുടങ്ങിയാലോ? ഞാൻ എഴുതി, ഞാൻ തന്നെ ട്യൂൺ ചെയ്ത് വിധുപ്രതാപ്, പിന്നീട് കാര്യം വിധുപ്രതാപ് പാടിയ പാട്ടാണ്. ഫേമസ് സിംഗർ വിധുപ്രതാപ് പാടിയ. അതെ അതെ. ഒടുവിൽ ഞാൻ വന്നു നീ നട്ട പൂമരത്തണലിൻ്റെ ചോട്ടിൽ. ഒടുവിൽ ഞാൻ വന്നു നീ നട്ട പൂമരത്തണലിൻ്റെ ചോട്ടിൽ. നീ വരുവാൻ കാത്തിരുന്നു, നീ വരുവാൻ കാത്തിരുന്നു. ഇനിയും വൈകുന്നതെന്തേ സന്ധ്യേ, ഇനിയും വൈകുന്നതെന്തേ. ഒടുവിൽ ഞാൻ വന്നു നീ നട്ട പൂമരത്തണലിൻ്റെ ചോട്ടിൽ. പാട്ട് കേൾക്കുമ്പോൾ പ്രണയം നിറഞ്ഞു കവിഞ്ഞു ഒഴുകുകയാണ് പാട്ടിൽ. എങ്ങനെയാണ് ഈ പാട്ടിലേക്ക് വരുന്നത്, പാട്ട് എഴുതുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊരു തൊടുപുഴ ശാന്തിഗിരി കോളേജിൽ ഒരു ചെറിയൊരു കോഴ്സ് ഉണ്ടായിരുന്നു. അതിന് പോയ സമയത്ത് ഞങ്ങൾ 30 ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകൾ ചേർന്നൊരു കോഴ്സായിരുന്നു. അവിടെ വെച്ചിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു പാട്ട് എഴുതുകയും അതൊരു ക്രിസ്ത്യൻ ഡിവോഷണലാണ്. അത് എഴുതിയപ്പോൾ എനിക്ക് അത് കണ്ടപ്പോൾ തോന്നി അതൊന്ന് ഒരു ഈണ വിട്ടാലോ എന്ന് തോന്നി. ഞാനത് കോളേജിൻ്റെ ഒരു ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് പോയിരുന്ന് അത് ചുമ്മാ ഒന്ന് ട്യൂൺ ചെയ്ത് നോക്കി. അപ്പോൾ അത് പുള്ളീനെ പാടി കേൾപ്പിച്ചപ്പോൾ പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ട് അങ്ങനെയാണ് ഞാൻ ഈ ട്യൂൺ ചെയ്യാനും ആദ്യമായിട്ട് ട്യൂൺ ചെയ്യുന്നത് അന്നാണ്. അതിനുശേഷം ആ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടപ്പോൾ പിന്നെ എനിക്ക് കൂടുതൽ സ്വന്തമായിട്ട് എഴുതാനുള്ള പ്രചോദനം ഉണ്ടായി. എഴുതുന്ന ട്യൂൺ ചെയ്തു. അത് ശരിക്കും ഈ പാട്ട് കൊച്ചിലെ തൊട്ട് എഴുതുമായിരുന്നു? എഴുത്ത് കൊച്ചിലേ ഉണ്ടോ? ഇല്ല, ഈ കോളേജിൽ ആ സമയത്ത് പോയ സമയത്ത് അപ്പോഴേ ഉള്ളൂ. അല്ലാണ്ട് ആ മറ്റേ ചെറിയ പ്രായത്തില് എഴുത്തൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തൊട്ടാണ് ശരിക്കും പാടിത്തറയത്. പാട്ടാണോ അന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു. പൂവിട്ട് തുടങ്ങുന്ന സമയത്താണ് എഴുത്തും തുടങ്ങിയത്. ഈ ഒരു പാട്ടിലേക്ക് ഇതിന്റെ ഒരു വരികൾ ഭയങ്കര ക്യാച്ചിയാണ്. ഇതിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം എന്താ? സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ എനിക്ക് അങ്ങനെ തോന്നി. എനിക്ക് ആ അരമണിക്കൂർ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. പൊതുവെ പ്രണയത്തോട് എനിക്ക് താല്പര്യമാണ്. ഏത് പ്രണയ സോങ് കാണാനും ഞാൻ പ്രണയിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ പ്രണയിച്ചിട്ടില്ല. രഹസ്യമാണ്. അപ്പൊ ആരോ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് പിന്നെ കമ്പോസിംഗിലേക്ക് വരുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു ആദ്യത്തെ ആ ക്രിസ്ത്യൻ
ആ സോങ് ചെയ്തപ്പോൾ തൊട്ട് എനിക്ക് പിന്നെ അങ്ങോട്ട് എഴുതാനും സ്വന്തമായിട്ട് എഴുതി ചെയ്യാനുള്ള താല്പര്യം തോന്നി. അങ്ങനെ ഞാനൊരു പാട്ട് വെറുതെ ഇരുന്നപ്പോൾ വീട്ടിൽ ഇരുന്നപ്പം സ്വന്തമായിട്ട് എഴുതി. എന്തോ കറക്റ്റ് ഒരു അരമണിക്കൂർ അതിന് എടുത്തുള്ളൂ. പെട്ടെന്ന് തന്നെ അത് എഴുതി കഴിഞ്ഞു. അത് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ പാടി കേൾപ്പിച്ചു. അവന് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഒന്നോ രണ്ടോ വർഷത്തിന് ശേഷം അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ ഒരു കൂട്ടുകാരൻ ഇങ്ങനെ ഒരു ആൽബം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, നിൻ്റെ പാട്ടൊന്ന് അവനെ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ആ പാട്ട് കൊടുത്ത് അവർക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് മനസ്സിൽ ഈ വിധു പ്രതാപ് പാടണമെന്ന് തന്നെയായിരുന്നു ആ ചെയ്ത സമയത്ത്. എൻ്റെ മനസ്സിലുള്ള കറക്റ്റ് ആ കാര്യം അതുപോലെ തന്നെ നടന്നു. അത് വിധു പ്രതാപിൻ്റെ കയ്യിലോട്ട് തന്നെ എത്തിയത് അത് ശരിക്കും വലിയൊരു ഭാഗ്യമാണ്. വിധു പ്രതാപിനെ പോലെ പ്രശസ്തനായ ഒരു ഗായകൻ ചെയ്യാൻ പറ്റുന്ന നമ്മളുടെ ഒരു പാട്ട് അത് കമ്പോസ് ചെയ്യുകയും എഴുതുകയും ചെയ്തത് പാടുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെ. മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ആയിട്ടുള്ള ആരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? അത് പിന്നെ പാട്ട് അയച്ചു കൊടുത്തപ്പം ബിഷോയ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. പുള്ളി ഒരുപാട് ഒരു മ്യൂസിക് ഡയറക്ടറാണ് പുള്ളി. അപ്പോൾ പുള്ളിക്കാരനാണ് ഇതിൻ്റെ ബാക്കി ഇൻസ്ട്രുമെൻറ്റ് കാര്യങ്ങളെല്ലാം നോക്കിയത്. നമ്മൾ പാട്ട് അയച്ചു കൊടുത്ത് എല്ലാം റെഡിയാക്കി അതിൻ്റെ പിന്നെ ട്രാക്ക് പുള്ളി തന്നെ പാടി. പിന്നെ വിധു വന്നപ്പം ജസ്റ്റ് ഒന്ന് കേട്ടതേ ഉള്ളൂ. 1-2 വട്ടം കേട്ടപ്പം പിന്നെ നേരെ ടേക്കിലേക്ക് പോവുകയായിരുന്നു. എവിടെ വെച്ചായിരുന്നു റെക്കോർഡിങ്? എറണാകുളം തമ്മനത്ത് മുകളിലൊക്കെ ആയിരുന്നു. ഒരു ആ സമയത്ത് എനിക്ക് കയറി പോകാനൊക്കെ പാടായിരുന്നു. പുള്ളി പെട്ടെന്ന് വന്ന് പുള്ളിക്ക് ടൈമില്ലാത്തതാണ്. അപ്പോൾ ഞാൻ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു 10-15 മിനിറ്റെങ്കിലും എടുക്കും. പുള്ളി വരുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ ഒരു കണക്കിന് കയറിയിരുന്നു. ഇറക്കം പിന്നെയും കുഴപ്പമില്ലായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ട് നമ്മൾ എഴുതി കമ്പോസ് ചെയ്തൊരു പാട്ട്, അതും ഒരു പ്രശസ്തനായ ഗായകനെ കൊണ്ട് പാടിപ്പിക്കുമ്പോൾ എന്തായിരുന്നു ഒരു ഫീൽ? എൻ്റെ പാട്ട് പുള്ളി പാടുമ്പോൾ ഒരുപാട് അഭിമാനം ഉണ്ടായിരുന്നു എനിക്ക്. കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു അത് പുറത്തിറങ്ങുമെന്ന് പോലും അറിയത്തില്ലായിരുന്നു. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവിച്ചത്. ഏകദേശം എത്ര വർഷം മുമ്പായിരുന്നു ഇത്? ഇതിപ്പോൾ കഴിഞ്ഞിട്ടൊരു 2 വർഷത്തിന് മുകളിലായി. അത് അന്നൊരു ആൽബം ആണോ ചെയ്തത്? അത് ആൽബത്തിൽ ഒരു സോങ് ആയിരുന്നു. അതിനുശേഷം പിന്നെ അവർ പല മ്യൂസിക് ഡയറക്ടേഴ്സ് ചെയ്തതാണ്. അതിനകത്ത് എൻ്റെ ഒരു പാട്ടും കൂടി ചെയ്തിട്ട് ഒരു ആൽബം പോലെ ഇറക്കുമായിരുന്നു. എൻ്റെത് മാത്രമേ വിഷ്വൽ ചെയ്തിട്ടുള്ളൂ. വിഷ്വലും ചെയ്തിട്ടുണ്ട്. അത് വിഷ്വലൈസ് ചെയ്തെന്ന് പറഞ്ഞല്ലോ, എന്തായിരുന്നു അതിൻ്റെ ഒരു തീം? പ്രണയം തന്നെയായിരുന്നു എൻ്റെ ഒരു തീം. നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് വേണ്ടത്ര പബ്ലിസിറ്റി കൊടുക്കാൻ ആ സമയത്ത് പറ്റിയില്ല. എന്നാലും ഒരുപാട് പേര്, ഒരു 10,000-ന് മേലെ ആളുകൾ കണ്ട് യൂട്യൂബിൽ പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് കേൾക്കുന്ന പ്രേക്ഷകർ തീർച്ചയായും അനീഷിൻ്റെ ഈ ഗാനം യൂട്യൂബിൽ സെർച്ച് ചെയ്യണം, കാണണം. നിൻ സ്പേസ് ഓർമ്മയിൽ. അത് കഴിഞ്ഞ് പിന്നെ ആ ആൽബം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ എന്താണ് ചെയ്തത്? പിന്നെ എനിക്കൊരു നല്ലൊരു വേദി എന്ന് പറയുന്നത് ഫ്ലവേഴ്സ് ലീവിലെ കോമഡി ഉത്സവത്തിൽ വരാൻ പറ്റിയതാണ്. ഒരുപാട് പേര് തിരിച്ചറിയാൻ തുടങ്ങി. എൻ്റെ കുമരകത്ത് തന്നെ നാട്ടുകാർ ശരിക്കും പാടുമെന്നുള്ളത് അറിയുന്നത് തന്നെ കോമഡി ഉത്സവത്തിൽ വന്നതിന് ശേഷമാണ്. അതിനുശേഷം സ്വന്തം നാട്ടിൽ തിരിച്ചറിയപ്പെടുന്നത് ഈ കോമഡി അങ്ങനെയല്ല, ഒരു കലാകാരൻ എന്ന നിലയിൽ ഒരു വില കിട്ടുന്നത് ഇതിൽ വന്നപ്പോഴാണ്. അറിയാമായിരുന്നെങ്കിൽ പോലും എല്ലാവർക്കും അറിയില്ലായിരുന്നു. അന്ന് ആൽബം ചെയ്ത സമയത്ത് അതിന് വേണ്ടത്ര ഫെയിം കിട്ടിയില്ല. പബ്ലിസിറ്റി കൊടുക്കാൻ പറ്റില്ല. അന്നേരത്തേക്ക് അതിന്റെ ആളുകൾക്ക് വേറെ പടത്തിലേക്ക് ചാൻസ് ഒക്കെ കിട്ടി, അവരങ്ങ് പോയി. പിന്നെ നമുക്കും ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലായിരുന്നു. എൻ്റെ ആദ്യത്തെ ഒരു ഇതല്ലായിരുന്നു. പിന്നീട് ഒരിക്കൽ കൂടി ആ ചാനൽ വരികയുണ്ടായി. അതിന്റെ തന്നെ കോമഡി ഉത്സവത്തിൽ വന്നവരെ തന്നെ രണ്ടാമത് ഉത്സവം സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ അവരുടെ തന്നെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഫ്ലവേഴ്സ് കൂടാതെ അനീഷ് മറ്റ് ചാനലുകളിലും ചെയ്തിട്ടുണ്ട്. സൂര്യ ടി വിയിൽ ഒരു ഓഡിഷന് പോയായിരുന്നു. സൂര്യ ചാമ്പ്യൻസ് എന്ന് പറഞ്ഞാൽ അത് വൈകല്യമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. പാട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നു. എങ്കിലും ഇപ്പോൾ തൊഴിൽ എന്ന രീതിയിൽ അനീഷ് എന്താണ് ചെയ്യുന്നത്? തൊഴിലായിട്ടുള്ള ചെയ്യുന്നത് ഇപ്പം ലോട്ടറി ഏജന്റാണ്. ലോട്ടറി കച്ചവടമാണ്. കോട്ടയം തിരുനക്കര അമ്പലത്തിൻ്റെ ഭാഗത്ത് രാവിലെ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ പോകും. ഇപ്പം കുറച്ച് നാളായിട്ട് ഗ്യാപ്പാണ്, പോണില്ല. പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നതുകൊണ്ടായിരിക്കാം. അപ്പം അതൊക്കെ അതും തുടങ്ങണം. കാരണം ഇതുകൊണ്ട് രക്ഷപ്പെടുന്ന ടൈം ആയി വരുന്നേ ഉള്ളൂ. അതുവരെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം വേണ്ടേ, അതിന് വേണ്ടിയിട്ട്. ആയിരത്തി 1988 അനീഷിന്റെ ജനനം. പൊതുവെ പോളിയോയുടെ കാലുമൊക്കെ മാറി നിൽക്കുന്ന പീരീഡ്. പക്ഷേ 3 മാസം പ്രായമുള്ളപ്പോൾ പോളിയോ ബാധിച്ചു.
പോളിയോ കറക്റ്റ് എടുക്കാത്തതിൻ്റെ എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്, എൻ്റെ ഒരു പറഞ്ഞു കേട്ട അറിവാണ്. ആ സമയത്ത് അത്ര ഇതിനെക്കുറിച്ച് അത്ര കരുതലില്ലായിരുന്ന സമയമാണ്. ഇപ്പോഴല്ലേ ഇതിന് കൂടുതലും ബോധവൽക്കരണം കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അന്ന് അതിനെക്കുറിച്ചൊന്നും ഇതില്ലായിരുന്നു. പോളിയോന്റെ ഒരു വാക്സിനേഷനും എടുത്തിരുന്നില്ല. എന്തോ 1-2 വട്ടം എടുത്തെന്ന് തോന്നുന്നു, അല്ലാതെ എനിക്കറിയില്ല. അത് മുടങ്ങിപ്പോയതിൻ്റെ ഫലമായിട്ട് വന്നതെന്നാണ് അറിവ്. അപ്പം അവരുടെ കുഴപ്പം അന്നത്തെ അറിവില്ലായ്മ കൊണ്ട് പറ്റിയതായിരിക്കാം. അതാണ് അന്ന് സംഭവിച്ചത്. അനീഷിന്റെ അമ്മ ഇത്. അമ്മ. അച്ഛൻ്റെ പേര് പുരുഷൻ എന്നാണ്. അച്ഛന് സംസാരിക്കാനും ചെവിയും കേൾക്കില്ല. ജനിച്ചപ്പോൾ തൊട്ടുള്ള ഇതായിരുന്നു. ആൾക്കിപ്പം ഒരു ചായക്കടലിലൊരു ഹെൽപ്പിങ്, അതാണ് ജോലി. എങ്ങനെയായിരുന്നു നിങ്ങളുടെ കുട്ടിക്കാലമൊക്കെ? കുട്ടിക്കാലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ അവളാണ് എനിക്ക് ഉച്ചയ്ക്ക് ചോറും കാര്യങ്ങളൊക്കെ മേടിച്ചു തന്നിരുന്നത്. അമ്മ ചിലപ്പോൾ വരാൻ ലേറ്റ് ആകും, ചിലപ്പോൾ വരാതിരിക്കുന്ന സമയങ്ങളൊക്കെ ഉണ്ട്. അപ്പം പുള്ളിക്കാരി ചോറും കാര്യങ്ങളൊക്കെ മേടിച്ചു തന്നിട്ടുണ്ട്. സാധാരണ ചേട്ടൻ ഇങ്ങനെ വയ്യാണ്ടിരിക്കുമ്പോ അപ്പനും അമ്മയും കൂടുതലൊന്നും പുന്നായിരിക്കല്ലോ ചേട്ടന്. അപ്പൊ ചെറുതായിട്ട് കുശുമ്പൊക്കെ ഭയങ്കര കുശുമ്പ് വന്നിട്ടുണ്ട്. ഭയങ്കര ഇതായിരുന്നു. എന്നെ ആരും ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. കൂടുതലും എല്ലാം കെയറിങ് എല്ലാം കൊടുത്ത അവന് തന്നെയാണ് എല്ലാരും. അത് പറഞ്ഞ ഒത്തിരി അടി ഉണ്ടായിട്ടുണ്ടാവുമല്ലേ? ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. കുട്ടിക്കാലത്ത് അനിത ഇങ്ങനെ ഓടിച്ചടി നടക്കുന്ന ഒരു കാലഘട്ടം. അനീഷിന് അന്ന് അങ്ങനെ മറ്റു പിള്ളേരുടെ ഒപ്പം കളിക്കാനും അത്തരം കളികളിൽ ഏർപ്പെടാൻ പറ്റാറില്ലല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഫീൽ ചെയ്തിരുന്നത്? എനിക്ക് അന്നേരം ഇങ്ങനെ വിഷമായിരുന്നു, വരാൻ പറ്റാത്തത് കൊണ്ട് ഭയങ്കര വിഷമായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കളിക്കാനൊക്കെ പോകാറുണ്ടായിരുന്നു. ഞാൻ ആദ്യം പോകും, പുള്ളി പുറകെ വരും, അങ്ങനെയായിരുന്നു. അനീഷിന് ആ ഒരു കാലഘട്ടത്തിൽ വിഷമമുണ്ടായിരുന്നു മറ്റു കുട്ടികളുടെ ഒപ്പം കളിക്കാൻ പറ്റാത്തതിലും? ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നോ? ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഞാനന്ന് ശരിക്കും പറഞ്ഞ വടികുത്തി എല്ലായിടത്തും പോയിക്കൊണ്ടിരുന്നതാണ്. പിന്നീടാണ് ഇപ്പം വണ്ടിയൊക്കെ കിട്ടിയ പിന്നെയാണ് ഒട്ടും നടക്കാൻ പറ്റാതായത്. ആ സമയത്ത് എല്ലായിടത്തും എന്നെ കൊണ്ട് പറ്റുന്ന സ്ഥലത്തൊക്കെ പോകുമായിരുന്നു. പക്ഷെ ചില സ്ഥലത്തൊക്കെ ചെല്ലാൻ പറ്റാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പം വിഷമം, ചെറുതായിട്ട് വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ആ കുട്ടി ആയതുകൊണ്ട് അതൊന്നും എനിക്ക് തോന്നിയില്ല. പിന്നെ വളർന്നു വരുന്തോറും ചെയ്യാൻ പറ്റാതായപ്പോൾ മനസ്സിലൊരു വിഷമം ഉണ്ടായിരുന്നു. നമ്മുടെ സാഹചര്യങ്ങൾ ആയിട്ട് പിന്നെ പൊരുത്തപ്പെട്ട് പോകുന്നു. പൊതുവെ ഇങ്ങനെ ഒരു പ്രശ്നമൊക്കെ ഉള്ളപ്പോൾ സ്കൂളിൽ പോകാനൊക്കെ ഒരു ചെറുതായ ഒരു മടിയൊക്കെ ഉണ്ടോ? എങ്ങനെയാണ് എഡ്യൂക്കേഷനിലേക്ക്? എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പം 1-ാം ക്ലാസ് മുതൽ അമ്മയാണ്. അമ്മ എന്നെ ആദ്യം 1 തൊട്ട് 7-ാം ക്ലാസ് വരെ എടുത്തോണ്ടാക്കിക്കൊണ്ടിരുന്നത്. സ്കൂളിൽ പോകാനും പഠിക്കാനും താല്പര്യം ഉണ്ടായിരുന്നു? സാധാരണ പിള്ളേരെ പോകുന്ന പോലെ നമുക്ക് പോവാൻ സാധിക്കില്ലല്ലോ. അപ്പൊ മറ്റുള്ളവരെ ശ്രദ്ധിക്കുക, അങ്ങനെ ഒരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്? തീരെ ചെറുപ്പത്തിൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഒരു 7-8 ആയി കഴിഞ്ഞപ്പോൾ അറിവ് വെച്ച് വന്നപ്പം ഒരു ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായത്. വിഷമം ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ നടക്കുന്ന പോലെ അല്ലല്ലോ, ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോൾ ഒരു സങ്കടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സാധാരണ ജീവിതത്തിലേക്ക് തന്നെ വന്നു. പിന്നെ കൂടുതലും കൂട്ടുകാരൊക്കെ സപ്പോർട്ട് ചെയ്തായിരുന്നു. +2 വരെ. 7-ാം ക്ലാസ് വരെ എടുത്തുകൊണ്ട് പോവായിരുന്നു. അത് കഴിഞ്ഞ് അതിനുശേഷം എനിക്ക് കാലിപ്പർ കിട്ടി. കാലിപ്പർ, സ്ക്രച്ചസ് ഒക്കെ കിട്ടി. അതിനുശേഷം പിന്നെ നടന്നായിരുന്നു. എങ്കിലും സ്റ്റെപ്പ് കാണാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അതുവരെ നടക്കില്ലായിരുന്നു. അതുവരെ അമ്മ എടുത്തോണ്ട് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. അല്ല, അപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ മൂവ്മെന്റ്സ് എങ്ങനെയായിരുന്നു? വീട്ടില് പിടിച്ച് നടക്കും. വീട്ടിൽ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ മാത്രമേ ഉള്ളൂ. വീട്ടിൽ നിരപ്പായ സ്ഥലമല്ലേ, പുറത്ത് വഴിയിൽ അങ്ങോട്ടൊക്കെ ഇറങ്ങുമ്പോഴൊക്കെ വടിയില്ലാതെ പറ്റത്തില്ല. മറ്റു കുട്ടികൾക്ക് ഓടിയും ചാടിയൊക്കെ കളിക്കാൻ അറിവില്ലാത്ത സമയം. പിന്നെ നമുക്ക് ഇരുന്നുള്ള കളിയും അങ്ങനത്തെ അതല്ലേ പറ്റുള്ളൂ. പിന്നെ ഉയർന്ന ക്ലാസ്സിലോട്ട് ചെന്നപ്പോൾ പിള്ളേർക്ക് അതിനുള്ള ഇത് വെച്ച് ഇപ്പം ഒരു ടീച്ചർമാരാണെങ്കിലും പറഞ്ഞു, നിഷ്ണു വയ്യാത്തയാണ്, നമുക്ക് അവനെ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് +2 ഒക്കെ ഒരുപാട് സുഹൃത്തുക്കൾ സപ്പോർട്ട് ചെയ്തായിരുന്നു. അന്നും അമ്മയുടെ ഹെൽപ്പ് ഉണ്ടായിരുന്നു. പാട്ടിലേക്ക് വരുന്നത് 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ടീച്ചർ പറഞ്ഞു, മലയാളം ടീച്ചർ പറഞ്ഞു, ഒരു പദ്യം ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഓർക്കുന്നില്ല. ആ പദ്യം ചുമ്മാ ഒന്ന് പാടി നോക്കാൻ പറഞ്ഞു. നമ്മുടെ കൂട്ടുകാരൻ പോയി പറഞ്ഞു കൊടുത്ത് അനീഷ് ഇങ്ങനെ പാടുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ക്ലാസ്സിൽ വെച്ച് പാടി. അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പദ്യത്തിന് ഈണം നൽകി. പദ്യത്തിന് ഈണമല്ല, നേരത്തെ ഈണം ഉള്ളതായിരുന്നു. അത് ഞാൻ പാടാൻ അവിടെ ആരും ഇല്ലായിരുന്നു. അപ്പം ഞാനത് പാടിക്കൊടുത്തു. അങ്ങനെ പാട്ടിലേക്കുള്ള ഒരു ഇത് വരുന്നത്. പിന്നെ +1, +2 കാലഘട്ടങ്ങളിൽ അവിടുത്തെ പഠിച്ചിട്ടൊന്നുമില്ല. പാട്ട് പഠിച്ചിട്ടില്ല. ഇല്ല. കേട്ടുള്ള പഠിത്തം മാത്രമേ ഉള്ളൂ. കുട്ടിക്കാലത്തൊക്കെ പാടുമായിരുന്നു വീട്ടിൽ വെറുതെ മൂളിപ്പാട്ട്? പാട്ടിനോട് പണ്ടേ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ പാടാനുള്ള കഴിവ് തിരിച്ചറിഞ്ഞത് ഈ 10-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്.
അതുവരെ പാടുന്ന അറിയില്ല, പാടുമെന്ന് അറിയത്തില്ല. പക്ഷെ പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. റേഡിയോ ഉള്ള സമയത്തൊക്കെ അമ്മ ചെറുതായിട്ടൊക്കെ വീട്ടിൽ പാടിയൊക്കെ നടക്കാറില്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയായിരുന്നോ അനീഷ് നന്നായി പാടുന്നു? ചെറുപ്പത്തിൽ ഇങ്ങനെ എപ്പോഴും പാടിക്കൊണ്ടിരിക്കും, ഓരോരോ പാട്ടുകൾ മാറി മാറി സ്പീഡിലൊക്കെ ഇങ്ങനെ പാടും. അപ്പം ഞങ്ങൾ അത് ശ്രദ്ധിക്കാറൊന്നും ഇല്ലായിരുന്നു. പിന്നെ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് പിന്നെയും നല്ലതായിട്ട് പാടുന്നുണ്ടല്ലോ എന്ന് ഞങ്ങൾക്ക് തോന്നി. പിന്നെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത്. പഠിക്കാൻ SLC-ക്കൊക്കെ നല്ല മാർക്ക് ഉണ്ടായിരുന്നു? പഠിക്കാനൊക്കെ ആവറേജ് ആയിരുന്നു. 10ാം ക്ലാസ് ഇവിടുത്തെ SKM സ്കൂളിലായിരുന്നു, പ്രൈവറ്റ് സ്കൂളാണ്. പിന്നെ 10ന് ശേഷം +2 മുകളിലായിരുന്നു ഇവിടെ. അതുകൊണ്ട് ഗവൺമെൻറ് സ്കൂളിലോട്ട് പോയി. അവിടെ അഗ്രികൾച്ചറായിരുന്നു എടുത്തത്. കാരണം അവിടെ ചെന്നപ്പോൾ അവിടുത്തെ വിഷയങ്ങളൊന്നും എനിക്ക് പറ്റുന്നതല്ല. ഈ 2 മണിക്കൂർ ഇടവിട്ടൊക്കെ ക്ലാസ്, കമ്പ്യൂട്ടർ ക്ലാസ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇറങ്ങിപ്പോകണം, ദൂരെയാണ് ക്ലാസ്. അപ്പോൾ എങ്ങനെ പഠിക്കുമെന്ന് അവർ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് ആപ്പാടുള്ളൊരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറാണ്, അതിന് അവിടെ ഇരുന്ന് ചെയ്യേണ്ടതാണ്. പിന്നെ ഈ ഫീൽഡ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അതിനുള്ള മാർക്ക് ഇട്ട് തന്നോളാം, അത് തിരഞ്ഞെടുത്തോളാം പറഞ്ഞു. അങ്ങനെ അഗ്രികൾച്ചറിലേക്ക് വന്നു. 2 കൊല്ലം അങ്ങനെ അഗ്രികൾച്ചർ പഠിച്ചു. +2 കഴിഞ്ഞിട്ട് പിന്നെ +2 കഴിഞ്ഞിട്ട് ഒരു 1-2 മാസത്തിന് ശേഷം ഞാൻ തൊടുപുഴയിലെ ശാന്തിഗിരി കോളേജിലെ ഒരു ഗൾഫ് കമ്പനിയാണ് അത്. ഒരു ഈ ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ള ഒരു 30 പേർക്ക് വേണ്ടി തുടങ്ങിയ ഒരു സംരംഭം ഉണ്ടായിരുന്നു. അതിൽ പോയി ഞങ്ങൾ 30 പേര് അവിടെ തിരഞ്ഞെടുത്തു പോയി. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ടാണ് പിന്നെ കൂടുതൽ ഈ പുറത്തോട്ട് ഇറങ്ങി തുടങ്ങിയത്. ഞാൻ ഈ ശരിക്കും കൂട്ടിലടക്കപ്പെട്ടൊരു കിളിയെ പോലെ പുറത്ത് അങ്ങോട്ട് അങ്ങനെയൊന്നും ലോകം കണ്ടിട്ടില്ലായിരുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം അവരുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ കോളേജുകളിലും അവരുടെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, weasels.com എന്ന് പറഞ്ഞൊരു ജോബ് പോർട്ടലാണ്. അതിൻ്റെ പരസ്യത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോയി അവിടെ ആൾ കൂടാൻ വേണ്ടിയിട്ട് എൻ്റെ പാട്ടാണ് ആദ്യം ഇടുന്നത്. അപ്പം ആ പാട്ട് കേൾക്കുമ്പോൾ ആളുകൾ വരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാ കോളേജുകളിലും പാടാനുള്ളൊരു അവസരം കിട്ടിയിട്ടുണ്ട്. ഈ പാട്ടായിട്ട് റിലേറ്റഡ് ആയിട്ട് കേരളത്തിലെ ഏതൊക്കെ കോളേജിലൊക്കെ പോയിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു എല്ലാ ജില്ലയിലെ ഓരോ കോളേജിലും ഇപ്പോൾ കുറേ ഒരു 8 വർഷത്തിന് മേളിലായി സംഭവം നടന്നിട്ട് തന്നെ ഓർക്കുന്നില്ല. മലബാർ ക്രിസ്ത്യൻ കോളേജ്, ഇവിടെ തന്നെ കോട്ടയത്ത് ബെസേലിയസ് കോളേജ്, എല്ലാ മിക്ക കോളേജുകളിലും പോയി. പാടുമ്പോൾ പൊതുവെ ഏതൊക്കെ പാട്ടുകളോടായിരുന്നു അനീഷിന് താല്പര്യം? എനിക്ക് കൂടുതലും മെലഡീസാണ്. മെലഡീസിൽ തിരഞ്ഞെടുക്കുന്ന പാട്ടുകളൊക്കെ ശോകമാണ്. എന്താണെന്ന് അറിയത്തില്ല, ഞാൻ എഴുതുന്ന പാട്ടുകളും ശോകമാണ്. എന്നോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, എന്താ സംഭവം എന്നറിയില്ല. സ്വാഭാവികമായിട്ടും ജീവിത സാഹചര്യമായിരിക്കാം അങ്ങനെ വരുത്തിയത്. +2 പാസ്സായ ആളാണ് അനീഷ്. പിന്നെ എന്തുകൊണ്ട് തുടർന്ന് പഠിച്ചില്ല? തുടർന്ന് പഠിക്കാത്ത സാഹചര്യം ഒന്നാമത്തെ കാര്യം യാത്രയാണ്. ഇവിടെ അന്ന് +2 വരെ ഉള്ളായിരുന്നുള്ളൂ. കോളേജൊക്കെ കോട്ടയം ടൗണിൽ പോകണമായിരുന്നു. ഈ അടുത്തിടെ അങ്ങാണ്ടാണ് ഇവിടെ കുമരകത്തൊരു കോളേജ് വന്നത്. ആ സമയത്ത് യാത്രയൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ടും പിന്നെ സാമ്പത്തികം ഒരു പ്രശ്നം തന്നെയായിരുന്നു. അടുത്തിടെയാണ് ഒരു 4-5 കൊല്ലം ആയിട്ടുള്ള വണ്ടി കിട്ടിയിട്ടുള്ളൂ. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഈ യാത്രയും വണ്ടി സ്റ്റെപ്പൊക്കെ കയറാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് പിന്നെ അങ്ങോട്ടൊരു പഠിത്തത്തെക്കുറിച്ച് പിന്നെ ചിന്തിക്കാഞ്ഞത്. ഇന്ന് ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒത്തിരി കാര്യങ്ങൾ സർക്കാരും മറ്റ് സ്ഥാപനങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി എന്താണ് അനീഷിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പരിശ്രമം? എൻ്റെ ഭാഗത്തു നിന്നുള്ള പരിശ്രമം, ഞങ്ങളുടെ വൈകല്യമുള്ളവർക്ക് വേണ്ടി ഒരു സംഘടന ഇവിടെ ഉണ്ട്. സംഘടനയുടെ ഒരു വൈസ് പ്രസിഡന്റ് കൂടെയാണ് ഞാൻ. അപ്പം ഇവിടെയുള്ള പഞ്ചായത്തിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനും മറ്റുമായിട്ട് അവരെ വിളിക്കുകയും എല്ലാവരുമായിട്ടും നല്ല ഇടപഴകലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ആ ശോകങ്ങളൊക്കെ മാറി സന്തോഷമുള്ളൊരു ഭാവിയിലേക്ക് അനീഷ് സ്വപ്നം കാണുന്ന ഒരു ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് ആശംസിക്കും. ശ്രീ AP സലിമോൻ, പ്രസിഡന്റ് കുമരകം ഗ്രാമപഞ്ചായത്ത്. നമസ്കാരം സർ. കുമരകം അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് മേഖലയാണ്. ഇവിടെ അനീഷിനെ പോലുള്ള വ്യക്തികൾക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. എങ്ങനെയാണ് ഈ സാധ്യതകൾ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നത്? കുമരകം ഇവിടെ സൂചിപ്പിച്ച പോലെ വളരെ കേരളത്തിലെ, ഇന്ത്യയിലെ എന്ന് മാത്രമല്ല ലോകം അറിയപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര മേഖലയാണ് കുമരകം. അനീഷിനെ പോലുള്ള ഒട്ടേറെ കലാകാരന്മാർ പ്രത്യക്ഷത്തിലും ഉൾപ്രദേശങ്ങളിലുമൊക്കെ താമസിക്കുന്നുണ്ട്. ഈ അനീഷിനെ സംബന്ധിച്ചിടത്തോളം അനീഷ് അടുത്ത കാലത്തായി ഞങ്ങളുടെയൊക്കെ ശ്രദ്ധയിലേക്ക് വന്ന ഒരു കലാകാരനാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഒരുപക്ഷെങ്കിൽ ഇത്തരമൊരു കഴിവുകൾ ഈ അനീഷിലുണ്ടായിരിക്കാം.
ഇത്തരം ആളുകളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് ഉയർത്തിക്കൊണ്ടുവരുവാൻ ഒരു പക്ഷേങ്കിൽ സാധിക്കാത്തതാകാം. അപ്പോൾ ഞാനടക്കമുള്ള ആളുകളുടെ പോരാഴിക അതിനകത്തുണ്ടാവാം. ഇത്തരം ആളുകളെ ഏത് തരത്തിലെങ്കിലും ഉയർത്തിക്കൊണ്ടുവരുവാൻ ഞങ്ങൾ സന്നദ്ധരാണ്. ഇപ്പോൾ നമ്മുടെ ടൂറിസമായി ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് തന്നെ ടൂറിസം മേഖലയിൽ റെസ്പോൺസിബിൾ ടൂറിസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനാകുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. ഇത്തരം കലാകാരന്മാരുടെ സേവനം ആ മേഖലയിലേക്ക് നമുക്ക് ഉപയോഗിക്കുവാനാവും. ഇപ്പോൾ കൾച്ചറൽ പ്രോഗ്രാമുകൾ നടത്തുവാനായിട്ട് ഒരു സംവിധാനത്തിലേക്ക് ഇപ്പം വരുന്നുണ്ട്. കുമരകത്ത് തന്നെ ഒരു കൾച്ചറൽ സെൻറ്റർ ടൂറിസം വകുപ്പിൻ്റേതായി ഇവിടെ 10ാം വാർഡിൽ ഉയർന്നു വരുന്നുണ്ട്. അതിൻ്റെ റിനോവേഷനുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അനീഷിനെ പോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഇത്തരം കലാകാരന്മാരെ ഉയർത്തിക്കൊണ്ടുവരാനൊരു ശ്രമം തന്നെ ഞങ്ങൾ നടത്തുന്നതാണ്. ഇവർക്കൊക്കെ തന്നെ ഒരു തൊഴിൽ അനിവാര്യമാണ് ജീവിക്കണമെങ്കിൽ. അപ്പോൾ അവർക്ക് വേണ്ടി പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്താണ് ചെയ്തു കൊടുക്കാൻ സാധിക്കുക? അനീഷിനെ പോലെയുള്ള ഈ ഭിന്നശേഷിക്കാർക്കായിട്ട് ഒട്ടേറെ പദ്ധതികൾ നമ്മൾ വിഭാവനം ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതലും ഈ ഭിന്നശേഷിയുള്ള ഒരു 5% പദ്ധതിയുടെ 5% പ്രത്യേക ഈ വിഭാഗത്തിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചുകൊണ്ടുള്ള പദ്ധതികൾക്കാണ് രൂപം നൽകിയിരിക്കുന്നത്. ഈ വർഷം എടുക്കാൻ പോകുന്ന പദ്ധതിയിലേക്ക് ഒരു നിർദ്ദേശം വെച്ചിരിക്കുന്നത് അനീഷ് അടക്കമുള്ള ആളുകൾക്ക് വേണ്ടി ഒരു ചെറിയ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാനായിട്ട്. അപ്പം അനീഷ് DAWF എന്ന് പറയുന്ന ഇവിടെ ഒരു സംഘടനയുണ്ട്. ആ സംഘടനയുമായി കഴിഞ്ഞ ദിവസം അനീഷ് അടക്കമുള്ള ആളുകൾ വന്നിരുന്ന് ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്തതിൻ്റെ ഫലമായി അവരുടെ ഒരു നിർദ്ദേശം കൂടെ പരിഗണിച്ചുകൊണ്ടുള്ള പദ്ധതി ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അത് അടിയന്തരമായി വരുന്ന വർഷം 19-20 വാർഷിക പദ്ധതിയിൽ നടപ്പാക്കുന്നതിനായിട്ട് തയ്യാറായി വരികയാണ്. തൊഴിൽ സംരംഭങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് പ്രോഗ്രാം എന്നുള്ളതിലേക്ക് ഞങ്ങൾ ഫണ്ട് അനുവദിച്ചുകൊണ്ട് അത് തുടക്കമിടുന്നതാണ്. നിനക്കാത്ത നേരത്തെന്നരികിൽ വന്നിട്ടനുരാഗം മൂളിയതാരോ, നിനക്കാത്ത നേരത്തെന്നരികിൽ വന്നിട്ടനുരാഗം മൂളിയതാരോ, ഒരു കൊച്ചു തെന്നലോ കന്നിവയൽ കിളിയോ പ്രിയമാകുമെൻ സഖിയോ, പ്രിയമാകുമെൻ സഖിയോ, നിനക്കാത്ത നേരത്തെന്നരികിൽ വന്നിട്ടനുരാഗം മൂളിയതാരോ, ഒരു കൊച്ചു തെന്നലോ കന്നിവയൽ കിളിയോ പ്രിയമാകുമെൻ സഖിയോ, പ്രിയമാകുമെൻ സഖിയോ. ഇന്ന് നിരവധി വേദികളിൽ പാടുകയാണ് അനീഷ്. ഒപ്പം മനസ്സിൽ വിരിഞ്ഞ പാട്ടുകൾ, കുറിച്ചിട്ട പാട്ടുകൾ ജനപ്രിയമാകണമെന്നാണ് ആഗ്രഹം. എങ്കിൽ എന്താണ് മാർഗങ്ങൾ? മാർഗം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് അറിയാവുന്നവരോടൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു ചെറിയ ബഡ്ജറ്റിലാണേലും അതൊന്ന് പാട്ട് എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. സിനിമയിലേക്ക് ഒരു അവസരം നേരത്തെ അനീഷിനെ തേടി എത്തിയിട്ടുണ്ടല്ലേ? ഒരു പുതുമുഖ സംവിധായകനാണ് മണി മാധവ് എന്ന് പറയും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത പടത്തിലേക്ക് ഒരു പാട്ട് എന്തായാലും എനിക്ക് തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അനീഷ് ഒരു പാട്ട് എഴുത്തുകാരനാണ്, സംഗീതകാരനാണ്. അനീഷിന്റെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ താല്പര്യമുള്ള നിർമ്മാതാക്കൾ മുന്നോട്ട് വരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ അനീഷിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പം ചെയ്യുന്നത് ചെറിയ കല്യാണ പരിപാടികളൊക്കെ ഉണ്ട്. അവിടെ കുമരകത്തിനുള്ള ട്രൂപ്പുണ്ട്, അവരുടെ പ്രോഗ്രാമിന് പോകാറുണ്ട്. പിന്നെ ഇതുപോലുള്ള ഫങ്ഷൻസ് വരുമ്പം അപ്പോൾ എന്നെ വിളിക്കാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോയി പാടാറുണ്ട്. പ്രയർ സോങ് അങ്ങനെയുള്ള കാര്യത്തിന് പോകാറുണ്ട്. അനീഷിന് ഏതൊക്കെ ഭാഷകളിൽ പാടാൻ സാധിക്കും? കൂടുതൽ എനിക്ക് മലയാളത്തിനോടാണ് താല്പര്യം. കൂടുതലും ഞാൻ മലയാളമാണ് പാടുന്നത്. എങ്കിലും വളരെ ചുരുക്കമായിട്ട് മാത്രമേ ഉള്ളൂ അന്യഭാഷകൾ പാടാറുള്ളൂ. അനീഷിന് ഫ്യൂച്ചറിനെ കുറിച്ച് എന്താണ് ഒരു പ്ലാൻ? കലാകാരനായിട്ട് തന്നെ ജീവിതാവസാനം വരെ പോകണമെന്നാണ്. ഒരു പാട്ടുകാരൻ എന്ന നിലയിൽ, അതിലുപരി എഴുത്തുകാരൻ, ഒരു മ്യൂസിക് ഡയറക്ടർ എന്ന നിലയിലൊക്കെ മുന്നോട്ട് പോകാനാണ് ആഗ്രഹം. ദൈവം സഹായിക്കുവാണെങ്കിൽ നടക്കുമെന്ന് തന്നെ കരുതുന്നു. ഇപ്പോൾ അനീഷിന് 30 വയസ്സായി. ഒരു ജീവിത പങ്കാളിയെയൊക്കെ കണ്ടെത്തേണ്ട സമയമായി. കൂടെ ഒരാൾ വേണ്ടേ? അനീഷ് ഒരു കല്യാണം കഴിച്ച് കാണണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം.
അവൻ്റെ കഴിവ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു പെൺകുട്ടി വന്നാൽ ഞങ്ങൾ തീർച്ചയായും കല്യാണമൊക്കെ നടത്തി കൊടുക്കും. സാധാരണ പെണ്ണന്വേഷിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, പെൺകുട്ടി ഇങ്ങനെ ആയിരിക്കണം, അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അവനെ നോക്കണം, നന്നായിട്ട് ജീവിതാവസാനം വരെ നന്നായിട്ട് നോക്കണം, അച്ഛനെ നോക്കണം, അമ്മയെ നോക്കണം, അങ്ങനെ ഒരാളെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മനസ്സിൽ ഇത്രയും പ്രണയം സൂക്ഷിക്കുന്ന അനീഷിന് തീർച്ചയായും ഒരു നല്ല ജീവിത പങ്കാളിയെ കിട്ടും. അതുപോലെ തന്നെ നല്ലൊരു ജോലിയും എല്ലാം ദൈവഹിതം പോലെ തന്നെ നടക്കട്ടെ. ഓ നാഥ യേശുനാഥ, ആലംബഹീനർക്കാശ്രയമേ, ദുഃഖിതർക്കഭയം, പീഡിതർക്കാശ്രയം, എല്ലാം അവിടും നല്ലോ. ഓ നാഥ യേശുനാഥ, ആലംബഹീനർക്കാശ്രയമേ, ദുഃഖിതർക്കഭയം, പീഡിതർക്കാശ്രയം, എല്ലാം അവിടും നല്ലോ. ഓ നാഥ യേശുനാഥ, നിൻമുഖശോഭയിൽ അലിയുന്നു ഞാനെന്നും, കനിവായി നിറവായി തെളിയേണമേ. നിൻമുഖശോഭയിൽ അലിയുന്നു ഞാനെന്നും, കനിവായി നിറവായി തെളിയേണമേ. നിൻമുഖം കണി കാണാനെന്നുമെൻ ചിത്തത്തിൽ നിറയേണമേ, എന്നും നിറയേണമേ, നിറയേണമേ, എന്നും നിറയേണമേ. ഓ നാഥ യേശുനാഥ, ആലംബഹീനർക്കാശ്രയമേ, ദുഃഖിതർക്കഭയം, പീഡിതർക്കാശ്രയം, എല്ലാം അവിടും നല്ലോ. ഓ നാഥ യേശുനാഥ. ഈ ലോകം മുഴുവൻ സംഗീതമാണ്. ഓരോ നിശബ്ദതയിലും സംഗീതമുണ്ട്. അത് പ്രവചനാതീതം. അനീഷിന്റെ യാത്രയും ഉയരങ്ങളിലേക്കാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. നമ്മൾ ഇനിയും കണ്ടുമുട്ടും അടുത്ത ആഴ്ച അടുത്ത അതിഥിയുമായി കനൽ വഴികളിൽ. ജീവിത നീഴൽ വഴികളിൽ നാഥൻ ചൂടിയ മുൾക്കിരീടം എന്നും ജീവന്റെ ഹൃദയ വീതിയിൽ സാന്ത്വനമായി പുഷ്പകിരീടം പ്രത്യാശയ